എന്റെ പേര് കലാമണ്ഡലം ശ്രീദേവി മോഹൻ. കലാമണ്ഡലം ശ്രീദേവി മോഹൻ. ശരി. അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണോ വീട് തന്നെയാണ്. അപ്പോൾ ഡാൻസ് നൃത്തം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ? ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ടോ? ധാരാളം. ആണോ? ഈ അമ്പലത്തിൽ എപ്പോഴും വരാറുണ്ടോ? തീർച്ചയായിട്ടും ക്ഷേത്രത്തിന്റെ ഈ ഒരു അടുത്താണ്. അടുത്താണ് നമ്മുടെ ഈ ഒരു ലഹരിക്കെതിരായ ഇതുണ്ടല്ലോ. അപ്പൊ ഇവ പുതിയ തലമുറ പല ടീച്ചേഴ്സൊക്കെ നമ്മളെ വിളിച്ചു പറയുന്നുണ്ട്, നമ്മൾക്ക് അറിയുന്ന ഒരുപാട് കുട്ടികൾ ഇതിന് അഡിക്റ്റഡ് ആകുന്നു, എന്തെങ്കിലും ചെയ്യുന്ന. ടീച്ചറുടെ ഒരു അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം, കുട്ടികളുമായിട്ട് എന്നും രക്ഷകർത്താക്കള് ദിവസവും വൈകുന്നേരം അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. അവരുടെ അന്നത്തെ എല്ലാ സ്കൂളിലെ പഠിത്തത്തിനെ പറ്റിയിട്ട്, എല്ലാ കൂട്ടുകെട്ടിനെ പറ്റി പ്രത്യേകിച്ച്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികൾക്ക് ഈ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സമയങ്ങൾ ഇവർക്ക് ചെലവഴിക്കാൻ, ഇപ്പം സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും തയ്യല്, ക്രിക്കറ്റ്, ഇഷ്ടംപോലെ ധാരാളം കലകളോ അല്ലെങ്കിൽ സ്പോർട്സോ ഒക്കെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഇന്ന് നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം അങ്ങനെയൊക്കെ ഒരു ഇതിലോട്ട് കുട്ടികളെ തിരിച്ചു വിടുകയാണെങ്കിൽ അവരൊരിക്കലും ഒരു ചീത്ത ഒരു കൂട്ടുകെട്ടിലോട്ടോ അല്ലെങ്കിൽ ലഹരി ആ ഒരു കൂട്ടുകെട്ടിലേക്ക് ഒന്നും കുട്ടികൾ പോവില്ല എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒറ്റ മനസ്സാണെന്നുള്ള ഒരു സന്തോഷം. എന്താ പേര്? ആനി മോഹൻ. ആനി മോഹൻ. നല്ല സ്മാർട്ട് ആയിട്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട്. അവര് പറഞ്ഞു എന്തോ കവിതയാണോ? കവിത എഴുതുവോ അതോ കുറച്ച് ഞാൻ കുറച്ച് എഴുതിയതാ. ആണോ? ഒരു കവിത ഉണ്ടോ? ഉണ്ട്, കവിതയുണ്ട് പാടാനായിട്ട്. വളരെ പെട്ടെന്ന് നമുക്കൊരു ഒരു 4 വരി. ഇവിടെ അതിലും വലിയൊരു വേറൊരു എഴുത്തുകാരൻ നിൽപ്പുണ്ട്. പേര് പറയത്തില്ല, സസ്പെൻസാ. ചതിയാണു മദ്യം, ചിതയാണു മദ്യം, ചേലുള്ള ചങ്ങാതിയല്ല മദ്യം. ചതിയാണു മദ്യം, ചിതയാണു മദ്യം, ചേലുള്ള ചങ്ങാതിയല്ല മദ്യം. കുടിയനായി ജീവിച്ച് കൂടും തകർത്തിട്ട് കൂടപ്പിറപ്പിനെ കൊല്ലുന്നു മദ്യം. കുടിയനായി ജീവിച്ച് കൂടും തകർത്തിട്ട് കൂടപ്പിറപ്പിനെ കൊല്ലുന്നു മദ്യം. പുകയുന്നു ജീവിതം പുകയില കുറ്റിയിൽ, പൂക്കാതെ പോകുന്നു ജീവിതങ്ങൾ. യഥാർത്ഥത്തിൽ ഇനിയിപ്പോ ഒരു MDMA കുറിച്ചുകൂടെ 4 വരി എഴുതണം അല്ലേ? അപ്പൊ അതാണ് ഇപ്പൊ ഏറ്റവും വലിയ അപകടകാരി. അല്ലെ, മദ്യമല്ല, അത് MDMA വേറെ അപകടകാരിയാണല്ലോ. ഇതിനായിട്ട് ഞാൻ അയ്യൂർ കഥകളി ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ആണോ? താങ്ക് യു.